തൃക്കേപ്പറ്റ വില്ലേജിലെ മുണ്ടുപാറക്കുന്ന് 100 ഏക്കർ പ്രദേശത്തെ സർവേ നമ്പർ 216-ൽപ്പെട്ട സ്ഥലമാണ് ക്വാറിക്കായി വാങ്ങിയത്. ഔഷധത്തോട്ടത്തിനും റിസോർട്ട് സ്ഥാപിക്കാനുമാണ് സ്ഥലമെന്ന് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് 17 പേരിൽ നിന്നായി സ്ഥലം വാങ്ങിയത്. പിന്നീട് ക്വാറിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായത്. തുടർന്ന് ഇവർ നിർമ്മാണം തടഞ്ഞു. കൂടാതെ ക്വാറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലപരിശോധനയ്ക്കായി വില്ലേജ് ഓഫീസർ എത്തിയിരുന്നതായി ക്വാറിക്കെതിരെ നാട്ടുകാർ ചെന്ന് രൂപവൽക്കരിച്ച മലയോര സംരക്ഷണ സമിതി പറയുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസറും പാർട്ടിയും വന്നു. ഇത് എൻക്വയറിക്ക് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, എന്തിനാ സാർ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ക്വാറിൻ്റെ ഒരു കാര്യമുണ്ട്, തഹസിൽദാരുടെ അടുത്ത് നിന്ന് ഒരു അന്വേഷണം റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. 50 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ചെരിവുള്ള പ്രദേശമായതിനാൽ തങ്ങളുടെ സ്ഥലത്തേക്ക് റോഡ് പോലും നിർമ്മിക്കാതെ ഇവർ സംരക്ഷിച്ച സ്ഥലമായിരുന്നു ഇത്. ജീവൻ നൽകിയും ക്വാറിയെ തടയുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചിലർക്ക് ക്വാറി മാഫിയയുടെ ഭീഷണിയുമുണ്ട്. കൈവശം ഇവിടെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഭീഷണി, പ്രത്യേകിച്ച് നമ്മളെ പറ്റി എന്തൊരു ഭീഷണി ഇന്നലെ മുട്ടിലിൽ നിന്ന് പറഞ്ഞതായിട്ട് ഒരറിവുണ്ട്. കാരണം ഭീഷണിക്കൊന്നും നമ്മളിപ്പോൾ വഴങ്ങാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അത് വേണ്ടപ്പെട്ട അധികാരികളെ ഇത് ശ്രദ്ധപ്പെടുത്തുകയാണെന്ന് മാത്രമേ ഉള്ളത്. സ്ഥലത്തെ വലുതും ചെറുതുമായ നിരവധി മരങ്ങൾ സ്ഥലം വാങ്ങിയവർ മുറിച്ചു വിറ്റു. ഈട്ടിയടക്കമുള്ള മരങ്ങൾ ഇതിലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുറിച്ചെടുത്ത മരത്തിന്റെ കുറ്റികൾക്ക് നമ്പറിട്ടു. നേരത്തെ മാണ്ടാടുണ്ടായിരുന്ന ക്വാറി അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് അടച്ചിരുന്നു. ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ പുതിയ ക്വാറിക്കായി സ്ഥലം എടുത്തിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നിലവിലുള്ള ക്വാറികളുടെ ലൈസൻസ് പോലും റദ്ദാക്കുന്ന സമയത്താണ് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം ക്വാറി തുടങ്ങുന്നതിനായി ക്വാറി മാഫിയ വാങ്ങിയിട്ടുള്ളത്. പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ക്വാറി ഫലവത്താക്കാൻ തന്നെയാണ് ക്വാറി മാഫിയയുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ അനിൽ ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.